ആക്ഷൻ. ഇത് രവനല്ലേടേ? എന്ത് കളിയത്? ഇവന്മാർ എന്താണ് ഈ പുരാണിച്ചോണ്ടിരിക്കുന്നത്? നിന്നോട് ഞാൻ ആക്ട് ചെയ്യാനല്ലേ പറഞ്ഞത്? ഇതാണോ ആക്ടിങ്? മன்னிச்சிடுங்க സാർ, തപ്പ് പണിട്ട്. ഒന്നുകിൽ ആശ എന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് വെളിയിൽ. വേണ്ട സാർ, വേണ്ട വേണ്ട. തെറ്റെന്റെ ഭാഗത്താ. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലണ്ടായിരുന്നു. എടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇയാൾക്ക് എന്താണോ പറ്റിയത്? അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരു 10 ദിവസമേ ആയുള്ളൂ. എനിക്ക് ആയുസിന്റെ സ്നേഹവും സന്തോഷവും തന്നെ. നിനക്കൊന്നും വരില്ല. ചേച്ചി വേറെ മൂടില്ല. ചിരിക്കുകയാണോ കരയുകയാണോ? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഭാര്യ മരിച്ചതിൽ പിന്നെ ആള് കുറച്ചു ദിവസം സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. പാവം. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്. അച്ഛന് മറ്റൊരു കുടുംബമുണ്ട്. A few moments later. ഐശ്വര്യ, എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. വന്താ സുട്ടാ സെ തരിപ്പിട്ട്